ഇവിടെ നമ്മളൊരു ടൂർ വന്നാണ്. ഇത്രനാൾ മുതൽ ഇത്രനാൾ വരെ എന്നുള്ള വെറുമൊരു സന്ദർശനം. ആ യാത്രയിൽ ആളുകളെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അതിൽ ഞാൻ വിജയിച്ചു. ജീവിതത്തിൽ ചിരിയേക്കാൾ ഉപരി കരഞ്ഞ മനുഷ്യന്, തൻ്റെ ചിരിയേക്കാൾ മറ്റുള്ളവരുടേത് ആസ്വദിച്ച മനുഷ്യന് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും കൃത്യമായ നിർവചനമുണ്ടായിരുന്നു. ആ വാക്കുകളിൽ ആളുകളെ ചിരിപ്പിക്കുക എന്ന കടമ നിർവഹിച്ചതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടായിരുന്നു. തന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ആരെന്ന ചോദ്യത്തിന് സലീം കുമാറിൻ്റെ മറുപടി തൻ്റെ അമ്മയെന്നാണ്. മലയാളി ആ മനുഷ്യനെ ഓർക്കുക, ഓർത്തോർത്ത് ചിരിക്കാൻ ഒരുപാട് തമാശകൾ സമ്മാനിച്ച വ്യക്തിയായാകും. മണവാളനായി, പ്യാരിയായി, രാജാക്കണ്ണായി, അങ്ങനെ അനശ്വരമാക്കിയ എത്ര വേഷങ്ങൾ. വിജയങ്ങളോ പരാജയങ്ങളോ നേടിയ അംഗീകാരങ്ങളോ ഒന്നും അദ്ദേഹത്തെ ഓർക്കാൻ നമുക്ക് വേണ്ട. ഒരു ചിരി മതി, ശരവേഗത്തിൽ മിന്നിമായുന്ന ആ മുഖഭാവം മതി, എപ്പോഴോ പറഞ്ഞു വെച്ച വാക്കുകൾ മതി. അത്രമേൽ ആഴത്തിൽ പതിഞ്ഞതാണ് അവയോരോന്നും. ഒരു ദിവസം പോലും പ്യാരിയുടെയോ മണവാളൻ്റെയോ ഒരു ചിത്രം കാണാതെ നമുക്ക് ഫോൺ താഴെ വെക്കാനാവില്ല. സലീം കുമാർ ടോണിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാതെ നമ്മുടെ ദിവസം തീരില്ല. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറും സവാള ഗിരിഗിരിയുമെല്ലാം അയാൾ നമുക്ക് സമ്മാനിച്ച വാചകങ്ങളാണ്. കിളിച്ചുണ്ട് മാമ്പഴത്തിലെ ഉസ്മാനെ ഓർമ്മയില്ലേ? മായാവിയിലെ സ്രാങ്കിനെ ഓർക്കുന്നില്ലേ? അങ്ങനെ ആർക്കൊപ്പമുള്ള കോമ്പിനേഷൻ ആയാലും അസാധ്യ കെമിസ്ട്രിയും ടൈമിങ്ങും അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. ചിരിവേഷങ്ങളിൽ തകർത്താടിയ സമയത്ത് അതിൽ നിന്ന് വഴിമാറിയപ്പോൾ തിരികെ വന്നതോ ഒരു ദേശീയ പുരസ്കാരവുമായി. അബു തമാശ എന്നൊരു കണ്ണിലൂടെ മാത്രം അദ്ദേഹത്തെ കണ്ടവർക്ക് ഒരു മാറ്റമായി. ക്രേസി ഗോപാലൻ്റെ ആ സീൻ എങ്ങനെ മറക്കാനാണ്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനസമാധാനമായി ഒന്നുറങ്ങണമെന്ന് അയാൾ പറഞ്ഞപ്പോൾ നമ്മളും കരഞ്ഞില്ലേ? ഇന്ന് ആ മനുഷ്യൻ നമ്മെ വിട്ടുപോയി. പക്ഷേ അദ്ദേഹം സമ്മാനിച്ച ചിരികൾ ഇവിടെയുണ്ട്. ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ ഇവിടെയുണ്ട്. മലയാള സിനിമ ഉള്ളിടത്തോളം, മലയാളി ചിരിക്കുന്നിടത്തോളം സലീം കുമാർ എന്ന പേരും ഇവിടെ തന്നെ കാണും.